ഒരുമാതിരി വെള്ളത്തിലെടുക്കല്ലേ? അളിയ ഞാൻ വിളിച്ചിട്ടില്ല. അളിയ വിളിച്ചിട്ടില്ലേ? ഇല്ല. ആരും വിളിച്ചിട്ടില്ലെന്ന്? ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ല. പിന്നീട് വിളിച്ചിട്ടില്ല. കല്യാണം കഴിച്ച ശേഷം വിളിച്ചിട്ടില്ല. ആദ്യം വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പം ആ ഫോണിൽ ഏറ്റവും കൂടുതൽ നിന്റെ പേരാണ്. ആര് പറഞ്ഞു? എടാ ജയന്ത് എൻ്റെ അടുത്ത് പറഞ്ഞല്ല അവളെ രാത്രി ആരോ ഫോൺ ചെയ്യാറുണ്ടെന്ന്. ചുമ്മാ അളിയ എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയല്ലേ ഇത്? ഇന്നെന്തിനാടാ ഞാൻ ഓട്ടിക്കണത്? നീയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി, തീർന്നു നിന്റെ കഥ. എന്താടാ എന്ത്? റെഡ് ഇങ്ക് എടുക്കാൻ. റെഡ് ഇങ്ക് മറ്റേ പാറുവിനാ? എന്റെ പൊക്കലിൽ തോന്നു മഷി തീർന്നു പോയി. മഷി തീർന്നാ? പോടാ പോടാ. ഇവിടെ എന്ത് നടക്കണമെന്ന് കേൾക്കാൻ വേണ്ടി വരെയാണ്. ചെറുക്കനങ്ങാനത്തിൻ്റെ സ്വഭാവം കിട്ടിയ തീർന്ന്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അറിയാൻ ഒരു വഴിയുണ്ട്. എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ രമയുടെ ഫോണിൽ വിളിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് ഒരു വിളിക്കുന്നു. രമയുടെ ഫോണിൽ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരുത്തൻ്റെ കാര്യം? അതെ ആ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്താണ്? എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു ഹാക്കർ പയ്യനുണ്ട്. അവൻ നമ്മുടെ ഈ ബാങ്കുകളുടെ അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ സെക്യൂരിറ്റി ഫോഴ്സിനെ തകർത്തുകൊണ്ട് ഹാക്ക് ചെയ്ത് പലതും കണ്ടുപിടിച്ചിട്ടുള്ളവനാണ്. അങ്ങനെ കൊള്ള ചെയ്തിട്ടുള്ളവനാണ്. അവൻ എൻ്റെ കൂടെ ജയിലിൽ കിടന്നു. അപ്പോൾ ആ ഹാക്കർ പയ്യനെ കൊണ്ട് രമയുടെ കാൾ ഹിസ്റ്ററി എടുപ്പിക്കാൻ പോവാം. എന്തിനാ എൻ്റെ ഭാര്യയുടെ ഹിസ്റ്ററി എടുക്കുന്നത്? നിനക്ക് എന്താ ഇത്ര വലിയ? നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ജയന്തനെ പറ്റിയിട്ട് രമ എന്ത് വിചാരിക്കും? എൻ്റെ ഭാര്യ എന്തിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നീ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ എടുക്കാൻ പോയി കോൾ ഹിസ്റ്ററി. എടുത്തോ. എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? ഇപ്പം നമ്മൾ ഹാക്കറിനെ കൊണ്ടല്ലേ ഞാൻ ഒരു ഉപദേശം തരണമെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ ഹാക്കറിനെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കുമ്പോഴത്തേക്ക് സൈബർ സെല്ലിൽ അവർ അന്വേഷിക്കും ഇതാരാണ് എടുക്കുക. അങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഹാക്കറിനെ കൊണ്ട് നിങ്ങൾ വീണ്ടും ജയിലിൻ്റെ അകത്താവൂലേ? അത് രമയ്ക്ക് വീണ്ടും പ്രശ്നമാവും. അതിന് നീ എന്താ ഇങ്ങനെ പറയുന്നത്? കുടുംബം തകരും. അങ്ങനെ തകർന്ന പല കുടുംബങ്ങളെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അതേട്ടാ ഇവന്റെ പറച്ചിൽ കേട്ടാ ഇവന്റെ കോളാണ് പരിശോധിക്കണം. അതെന്തായാലും സംഭവം തെളിയും. ഇവന്റെ പരിശോധന അല്ല, നമുക്ക് എന്തായാലും സംഭവം തെളിഞ്ഞാൽ മതിയല്ലോ. തെളിയണം. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ആവും വിവരം തരും. നാളെ തന്നെ കിട്ടുമോ? അപ്പൊ എന്ത് ചെയ്യും? നാളെ കിട്ടിയ എന്താ കുഴപ്പം? പുള്ളി നാളെ തന്നെ തിരിച്ചറിഞ്ഞാലേ അപ്പൊ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കണേ? പുള്ളിയെ കൈവിട്ടോ കാലുവിട്ടോ കാലടിച്ചൊടിക്കും വണ്ടടിച്ച് വളക്കോ എന്താണ് ചെയ്യണേ? അതൊക്കെയാ തീരുമാനിക്കും. നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അവനെ കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചില ആളുകളെ സംശയമുണ്ട്. ആ സംശയമുള്ള ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്യുമോ? ഇവിടെ കൊലപാതകം നടക്കും. മനസ്സിലായോ? ഇവിടെ എന്ന് ഉദ്ദേശിച്ച ഇവിടെ അല്ല, കിട്ടിയ ആരാണോ അവരല്ലേ? അല്ല ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു പോയെന്നല്ലോ. പക്ഷെ ആരാണെന്ന് എന്റെ സംശയത്തിലുള്ള ആരാണെന്ന് അറിഞ്ഞാൽ അവനെ കൈയും കാലും വെട്ടിട്ടേ കേട്ടാ. ഈ എടുത്തിയാട്ടം ഒരിക്കലും നല്ലതല്ല. നീ അല്ല, ഞാൻ ജയന്തൻ്റെ അടുത്ത് സൗമ്യമായിട്ടുള്ള രീതിയിൽ എടുത്തിയാട്ടം നല്ലതല്ല. പ്രത്യേകിച്ച് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ജയിലിൽ പോകുമ്പോൾ രമ്യ വീണ്ടും ഒറ്റയ്ക്കാവും. എന്റെ ഭാര്യ ഒറ്റക്കാവണം. നീ എന്തിനാ ഇത്ര വലിയ ഒറ്റയ്ക്കാവണം? നിനക്ക് എന്താ എന്താ ഇവൻ പറയണ കേട്ടോണ്ടല്ലേ ചൊല്ലി വന്നു. അപ്പൊ ഒരു കാര്യം, വേറൊന്നുമില്ല, നമ്മൾ കോള് പരിശോധിക്കുന്നു. എനിക്ക് സംശയമുള്ള ആളാണെങ്കിൽ അവനെ കൊലപാതകം ചെയ്ത് കൊന്ന് കൊലിച്ചു മൂടിയിട്ടേ ഈ ജയന്ത് ബാക്കി കാര്യം. ജയന്ത നിനക്ക് ഇപ്പോഴും ജയമ ഒറ്റയ്ക്കാവണമെന്നാണ് തന്നെയാടാ? മനസ്സിലുള്ള എൻ്റെ അടുത്ത് പറയടാ. എന്തളിയാ? ഒന്നുമില്ല അളിയാ, ഞാൻ അവരുടെ കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഞാൻ വിളിച്ചിട്ടില്ല. അളിയും തെറ്റിച്ചിരിക്കൽ ഞാനങ്ങനെ തോറ്റ ആളല്ല. അളിയ എന്നെ ചെറുതുമല്ല അറിയാവുന്നതല്ലേ. അവന് ഹിന്റ് തന്നണ്ട. എന്താണ്? പിന്നെ ഇവന്റെ ഫോൺ പരിശോധിക്കണമെന്ന്. പരിശോധിക്കണം എന്ന് പറഞ്ഞെങ്കിലോ? പറഞ്ഞു പോണ കൂട്ടത്തിൽ പറഞ്ഞു പോണല്ലേ. ആര്? അയാള് ആണാ? നിന്റെ ഈസിനെസ് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാൽ നീ കല്ല് വരെ നിന്ന് മറുപടി പറയണതേ. കൂടത്തിലിട്ട് കൊട്ടുവിലിട്ട് അടിച്ചോണ്ടിരിക്കും. ടക്ക് ടക്ക് ടക്കനെ കേൾക്കാം, എനിക്ക് കേൾക്കാം. ഈ ചിരിയാണ് അവൻ കേട്ടതെന്ന് പറയണവൻ. കക്ക കക്ക ഈ ചിരിയാണ് അവൻ അതിൽ കൂടെ കേട്ടത് എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ അത് ചെയ്ത് ചിരിയെന്ന് അവൻ തീരുമാനിച്ചോളൂ കേട്ടാ.